എല്ലാരും വന്ന് എന്താ സംഭവിച്ചെന്നൊക്കെ ചോദിക്കുവാണോ? ആൾക്കാരൊക്കെ വരുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് പെട്ടെന്ന് കുറച്ച് നേരത്തേക്കൊന്നും ഒന്നും ഉണ്ടാനൊന്നും സാഹചര്യങ്ങൾ ശരിയല്ലായിരുന്നു. ഇപ്പൊ ഇങ്ങനെ ലെവലായി വരണുള്ളൂ. ഉറങ്ങിയായിരുന്നു രാത്രി? ഉറക്കം ശരിക്കും വന്നിട്ടില്ല. രാത്രി നമ്മൾ കണ്ടിരുന്നല്ലോ. ഉറക്കം ശരിക്കും വന്നിട്ടില്ല. ഉറക്കം വന്നു ഇനി വൈകുന്നേരം ആവണം. അപ്പോൾ ഈ ടെൻഷനാണ് ആദ്യം മനസ്സിനൊരു ഇത്. അതാണ് ഭാരതിയമ്മ പറഞ്ഞിരുന്നു വേലാഞ്ചേട്ടൻ്റെ കാര്യം. നിങ്ങളെ കൂടുതൽ ഇന്ന് പറഞ്ഞിരുന്നാണേ. അതെന്തായാലും ലക്ക് അത്ര പറയാൻ പറ്റില്ല. അവരൊക്കെ അറിയില്ലേ? അവരൊക്കെ ഞങ്ങളൊക്കെ ഒരുമിച്ചല്ലേ ഈ ഷെഡിൽ പണിനെ. അവിടുന്ന് ഭാരതിയമ്മ എന്ന് പറഞ്ഞത് മറ്റേ ഇവിടുത്തെ അത് അവരിവിടെ വന്നിട്ട് കുറച്ച് ആളായി നമ്മുടെ തൊട്ട. അരുൺ, വേലായുധൻ ചേട്ടൻ ഇപ്പോഴും ആ ഞെട്ടലിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്ന് സംഭാഷണത്തിൽ മനസ്സിലാവുന്നു. ഞാൻ പോയിട്ടില്ല ഒത്തിരിക്കും. എനിക്ക് ഇപ്പോഴും അങ്ങോട്ട് ക്ലിയർ ആയി വന്നിട്ടില്ല. അത് കാരണം ഒരു ബൈക്കിൽ പോയിട്ടില്ല. ഉച്ച കഴിഞ്ഞിട്ട് ഇറങ്ങാന്ന് വിചാരിക്കുന്നുണ്ട്. ആസ്പത്രിയിലേക്ക് പോകണം. ചേട്ടൻ അറിയാവുന്ന ആൾക്കാരൊക്കെ സേഫാ? അതെ അല്ലേ? അതെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് അറിയില്ലേ. ഞാൻ വാർത്തയും കണ്ടില്ല. വാർത്ത ആണെങ്കിൽ പിന്നെയും കുറെ വാർത്ത കാണാനായിട്ട് തോന്നുന്നില്ലേ. സുഭദ്ര എന്ന് പറയുന്ന അവരൊക്കെ അവര് കുഴപ്പമില്ല. നിങ്ങൾ അത്ര നേരം തിരികെ വിൽസനെ കൂടിയിട്ട് പാട്ടൊക്കെ പാടിയിരുന്ന വിൽസൻ അങ്ങനെ സന്തോഷമായിട്ട് ഇങ്ങനെ അടിച്ചുപൊളിച്ച് പോണു. അത്ര തന്നെ. പണി ഒരു തലക്കിന്ന് നടക്കും. എന്തെങ്കിലും തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നേരം പോവും. എന്തായാലും ഒരു ഭൂമി കുലുക്കം കഴിഞ്ഞെന്ന് പറയാം. അത്ര പറയാൻ പറ്റില്ലോ. എല്ലാവരും നാട്ടുകാരൊക്കെ തിരക്ക് വരുന്നുണ്ടല്ലേ രാവിലെ തന്നെ? നാട്ടുകാരൊക്കെ വരുന്നുണ്ട്. നമ്മളെ ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ വരുന്നുണ്ട്. നമ്മളെ കൊല്ലം കുറയിലെ 64 വയസ്സായി. നമ്മളാരായിട്ടും ഉടക്കൊന്നുമില്ല. അത് കാരണം എല്ലാവർക്കും വേണ്ടപ്പെട്ട ആൾക്കാരല്ല. രാവിലെ ചേട്ടനെ തിരക്കി വന്നതാണോ? അല്ല, ഞാൻ ആളെ തിരക്കി വന്നതല്ല. ഞാൻ ഇവിടെ ഒരു വീട്ടിൽ വർക്കുണ്ട്, അവിടേക്ക് വന്നതാ. പക്ഷെ ഞാൻ ഇന്നലെ അവിടെ ഇങ്ങനെ സ്പോട്ടിൽ ഇത് സംഭവിച്ച സമയത്ത് തന്നെ ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വേലായുധേട്ടൻ സേഫായോ അല്ലെങ്കിൽ അടുത്തുള്ളവരെയാണ് ആദ്യം അന്വേഷിക്കുന്നത്. അങ്ങനെയാണല്ലോ. പക്ഷെ ഇവരൊക്കെ ഇങ്ങോട്ട് ഓടി. അവിടുന്ന് ഇങ്ങോട്ട് പാടല്ലേ, അവരൊക്കെ ഇങ്ങോട്ട് ഓടി. കുറച്ച് പേര് അങ്ങോട്ടും പോയി. നമ്മുടെ കുര്യൻ്റെ വീട്ടിലൊക്കെ വന്നിട്ട് ഇരുന്നായിരുന്നില്ലേ. എൻ്റെ ചേട്ടൻ്റെ വീടിൻ്റെ അവിടേക്ക് അവർ എവിടേക്കാ സ്ഥലം നോക്കിയിട്ടല്ല, 4 ഭാഗം ഓടി. അങ്ങനെ രക്ഷപ്പെട്ട. അതിൽ 2-3 പേരെയൊക്കെ ആംബുലൻസിൽ എടുത്ത് പിടിക്കാൻ പറ്റില്ല. മേലൊന്നും തൊടാൻ രക്ഷാപ്രവർത്തനം ഉണ്ടായിരുന്നോ? മേല് തൊടാൻ പറ്റില്ല. ഇങ്ങനെ തൊലി ഇങ്ങനെ ഇതായിട്ട് അത്രയും പൊള്ളലേറ്റിട്ടായി. എന്നിട്ട് നമ്മൾ മുണ്ടിൽ കെടുത്തിയിട്ടാണ് ആംബുലൻസിൽ കൊണ്ടുപോയിട്ട് കയറ്റി വെച്ചത്. മുണ്ടിൽ കെടുത്തിയിട്ട്. അപ്പോൾ അത്രയും 3 ആളെ ഞാൻ ആംബുലൻസിൽ കയറ്റിയിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ പൊട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ നമ്മളൊക്കെ അവിടെ നിന്ന് അങ്ങോട്ട് മാറി. ആ സമയത്തേക്കൊക്കെ ഫയർഫോഴ്സ് വന്നിരുന്നോ? ഫയർഫോഴ്സ് പൊട്ടിയ സമയത്തൊന്നും ഫയർഫോഴ്സ് എത്തിയിട്ടില്ല. ഈ ആൾക്കാർ രക്ഷാപ്രവർത്തനം തുടങ്ങിയ സമയത്ത് അവരൊന്നും എത്തിയില്ല. ആരും വന്നിട്ടില്ല. അവനെ ആംബുലൻസ് തന്നെ വിളിച്ചിട്ട് വേലൂരിന്നും അങ്ങനെയുള്ള ആംബുലൻസുകൾ ഈ വഴിക്കുന്ന് വന്നു. പിന്നെ ഈ സൈഡിൽ നിന്ന് മെഡിക്കൽ കോളേജ് ഭാഗത്ത് നിന്ന് വരണമെങ്കിൽ ഇപ്പുറത്തൂടെ വരണം. ഈ സ്കൂളിന്റെ അതേ വന്നിട്ട് വേണം അവിടെ ഷെഡിന്റെ അവിടേക്ക്. ഭീകരമായിരുന്നു ആ ഒരു രംഗം. പറയാൻ പറ്റില്ല. അവരെന്നെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതൊക്കെ ഇതാകുമ്പോൾ പിന്നെ ഞങ്ങളൊക്കെ ഇങ്ങോട്ട് പാടത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറിയിട്ട് ഇതൊരു 3-4 കരയ്ക്ക് ഇങ്ങനെ നമുക്ക് സ്പേസുകൾ അവിടെ അങ്ങനെ അതിൻ്റെ നടുക്കിലാണല്ലോ ഇത് നിൽക്കണത്. എല്ലായിടത്തും ജനങ്ങളും വീട്ടുകാരാ. എൻ്റെ വീട് അതിൻ്റെ അവിടുന്ന് ഇത് സംഭവിച്ചതിൻ്റെ അവിടുന്ന് സ്ട്രെയിറ്റ് നോക്കണമെങ്കിൽ ഒരു 500 മീറ്റർ 600 മീറ്റർ ഉണ്ടാവുള്ളൂ. കട്ടിൽമ കിടന്നുറങ്ങണ ഞാൻ കട്ടിൽമെന്ന് ഇങ്ങനെ അങ്ങോട്ട് മുകളിലേക്ക് ഒരു പൊന്തി. ഞാൻ വിചാരിച്ച എന്താ ഭൂമി കുലുക്കം തന്നെയല്ലേ നമ്മൾ വിചാരിക്കുക. ഇതിങ്ങനെ നമുക്ക് സംഭവിക്കുമെന്നുള്ളത് നമുക്ക് ഇതില്ലല്ലോ. ഭൂമി കുലുങ്ങി തന്നെയാണെന്ന് ഞാൻ വിചാരിച്ചത്. വാതിലിൻ്റെ ടവർ ബോൾട്ടിൻ്റെ സാധനം കൂരി വീണു മുകളിലത്തെ. നല്ല പൊള്ളലേറ്റവരായിരുന്നു. ഒരു ചേട്ടൻ 2 ചേട്ടന്മാർ നല്ലമാതിരി പൊള്ളൽ ഉണ്ടായിരുന്ന 2 ചേട്ടന്മാർ. പിന്നെ ചേച്ചിമാർ ഓടിയിട്ട് വീണിട്ട് തലപൊട്ടിയതൊക്കെ. അങ്ങനെ 1-2 ചേച്ചിമാർ. അങ്ങനെ 4 ആളേനെ അവിടെ നിന്ന് ആംബുലൻസിൽ കയറ്റി പോയിട്ടുണ്ട്. അവരെനിക്ക് നമ്മുടെ ഈ ഭാഗത്തേക്ക് കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ അങ്ങോട്ട് ആ ഭാഗത്തേക്കായിരുന്നു. ഇങ്ങോട്ട് ഒരു 4 ആളേനെ ആംബുലൻസിൽ കയറ്റാൻ കിട്ടിയത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമുക്കിപ്പോൾ ഇത് വിശദീകരിക്കാനൊന്നുള്ള ഒരു ഇതിലല്ല നമ്മൾ. പിന്നെ സതീഷ് എൻ്റെ അനിയനും ഒരു ക്ലാസ്മേറ്റാണ്. അത്രയും കൂട്ടാ
എപ്പോഴും പിന്നെ അങ്ങനെ കാണണം കഴിഞ്ഞാൽ എത്തി പോകുമ്പോഴൊക്കെ അവിടെ അങ്ങനെ വണ്ടിയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ കാണും. അങ്ങനെ നല്ല പരിചയമാണ്, കൊല്ലങ്ങളായിട്ട് ഇവിടെ നമ്മൾ നാട്ടുകാർ തന്നെയാണല്ലോ. അങ്ങനെ ഇനിയിപ്പോൾ അത് നമുക്കിനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് നടന്നതാണ്, മുന്നിലാണ് ഇത് നടന്നത്. നമ്മൾ വീട്ടിൽ, പക്ഷെ ഇത് പൊട്ടി കഴിഞ്ഞ വഴിക്ക് നമ്മൾ ഇവിടെ എത്തിയെന്ന് മാത്രം. വന്ന് പിന്നെ കാണുമ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് അങ്ങോട്ട് അടുത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ. അതിൻ്റെ ഉള്ളിൽ നിന്ന് ആൾക്കാരെ നമുക്ക് എടുത്തുകൊണ്ടാണൊന്നും നമുക്ക് പറ്റില്ലേ. ആൾക്കാർ ഓടി വരുന്നുണ്ടായിരുന്നോ? അതിൻ്റെ ഇവിടുന്ന് ഓടിയിട്ട് നടക്കാൻ പറ്റാണ്ട് വീണിട്ട് അതിൻ്റെ ഒരു ഏകദേശം ഒരു 100-150 മീറ്ററൊക്കെ അകലെ ആൾക്കാർ വന്നിട്ട് പിന്നെ നടക്കാൻ പറ്റാതെ അങ്ങനെ കിടന്നു. ഈ പൊള്ളലേറ്റിട്ടുള്ളവരൊക്കെ അങ്ങനെ അവരെ ഞങ്ങൾക്ക് എടുക്കാൻ കിട്ടിയത്. അപ്പോൾ അത് ഞാനല്ല, ഉള്ളിൽ നിന്ന് അവിടെ ഉള്ളവരെന്നെ പോയിട്ട് എടുത്തിട്ട് കൊണ്ടുവരണ്ടായിരുന്നു. അപ്പോൾ ആംബുലൻസ്, ഈ പാടത്തോടെ ആംബുലൻസ് ഫുൾ അവിടേക്ക് എത്തില്ല. പിന്നെ ഈ വരമ്പുകൾ നമ്മൾ ചാടി കടന്നിട്ടൊക്കെ വേണം. അങ്ങനെ വേഗം കയറ്റി അവിടുന്ന് അവരെ ഇങ്ങോട്ട് പിടിക്കുക. ഈ വരമ്പ് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കവച്ച് വെച്ച് പോകാൻ പറ്റില്ല. അപ്പോൾ അതുവരെ കൊണ്ടുവന്നവരുടെ കയ്യിൽ നിന്ന് പിന്നെ നമ്മൾ മേടിക്കുക, എന്നിട്ട് പിന്നെ കൊണ്ട് ഓടുന്നതാണ്. അപ്പോൾ ഒപ്പത്തിന് ഇവിടെ ബാക്കിൽ പൊട്ടിക്കൊണ്ടിരിക്കുക. അങ്ങനത്തെ ഒരവസ്ഥയാണ്. അതും ശങ്കരാണ് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്.